നമസ്കാരം. പതിവ് പോലുള്ള ബജറ്റ് പരിദേവനങ്ങളുമായി സെയിലിംഗ് കമന്ററി ആരംഭിക്കാം. പാലക്കാട് മണ്ണാർക്കാടുള്ള എഫ്ല +2 വിദ്യാർത്ഥിയാണ്. ഇടയ്ക്കിടയ്ക്ക് സെയിലിംഗ് കമന്ററിക്ക് ഒരു കമന്റ് അയക്കാറുണ്ട്. ലൈവ് ബഡ്ജറ്റ് കണ്ടുകൊണ്ടിരുന്നിട്ട് അപ്പോൾ തന്നെ എഫ്ല അയച്ച സന്ദേശം ഇങ്ങനെയാണ്: ആസ് വി എക്സ്പെക്റ്റഡ് ദ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സ്പോക്ക് സെവറൽ ടൈംസ് എക്സ്പോർട്ട് ബട്ട് നത്തിങ് റിസീവ്ഡ് ഫോർ ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്. I expected that the center will build the new terminals due to the success. ഈ സക്സസ് ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് തന്നെ ഇപ്പോൾ സംശയമായിരിക്കുന്നു. പണ്ട് തൊട്ടേ, പുരാതന കാലം തൊട്ടേ പറയാറുണ്ട്, നമ്മുടെ ഈ വിന്ധ്യൻ, നമ്മുടെ സഹ്യപർവ്വതത്തിന് ഇപ്പുറം നടക്കുന്ന കാര്യങ്ങളൊന്നും അപ്പുറത്തെത്താറില്ല എന്ന് പറയാറുണ്ട്. ഇവിടെ കുവലയമാല എന്ന് പറയുന്ന ഒരു സാൻസ്ക്രിത് ഗ്രന്ഥമുണ്ടായിരുന്നു. അതിനകത്ത് അന്നത്തെ കുവലയ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു നായകനുണ്ട്. ആ നായകൻ വർണ്ണിക്കുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവകലാശാല, കാന്തല്ലൂർ ശാല ഇവിടെ ഉണ്ടായിരുന്നു. 19 രാജ്യങ്ങളിൽ നിന്നുള്ള അഡ്മിഷൻസ്, കുട്ടികൾക്കുള്ള അഡ്മിഷൻസ് ഇവിടെ നൽകിയിരുന്നു. ഇത്രയും വിഖ്യാതമായ ഒരു സർവകലാശാല തലസ്ഥാനത്ത്, കേരളത്തിന്റെ തലസ്ഥാനത്ത്, അന്ന് കേരളമല്ലല്ലോ, ഉണ്ടായിരുന്നിട്ട് അതൊരിക്കൽ പോലും നളന്ദ തക്ഷശിലയോടൊപ്പം വരാത്തത് എന്തുകൊണ്ടാണെന്ന് പിൽക്കാലത്ത് ചരിത്രകാരന്മാരോട് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മെയിൻ സ്ട്രീം ഭാരതം എന്ന് പറയുന്ന അന്നത്തെ രാജ്യത്തോട്ട് എത്തിയിരുന്നില്ല. കാരണം നമുക്കൊരു വലിയ ബാരിയറായിട്ട് നമ്മുടെ ഈ സഹ്യപർവ്വതമുണ്ട്. അങ്ങ് പൂനെയിൽ നിന്ന്, മഹാരാഷ്ട്രയിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിൽ കന്യാകുമാരി ജില്ലയിലൊക്കെ ആയിട്ട് അവസാനിക്കുന്ന ഇത് ഒരു വലിയ തടസ്സമാണ്. പക്ഷെ ഇന്ന് ആ തടസ്സം വരേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് സാറ്റലൈറ്റ് ക്യാമറ വെച്ച് 5G 6G 7G ഒക്കെ അപ്പോൾ ഒപ്പിയെടുക്കുകയാണ് കാര്യങ്ങൾ. ലോകത്തിന്റെ വിവിധ കോണിലിരിക്കുന്ന കാര്യങ്ങൾ ഒപ്പിയെടുക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ട്രാൻസ്ഷിപ്മെന്റ് പ്രവർത്തനങ്ങൾ 3 ലക്ഷം കണ്ടെയ്നറുകൾ കേവലം ജൂലൈയും ഓഗസ്റ്റും വിടുക, സെപ്റ്റംബർ മുതലുള്ള കണക്ക് പരിശോധിച്ചാൽ 3 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഒരു കണക്ക് സെയിലിംഗ് കമന്ററി തന്നെ അവതരിപ്പിച്ചത്, ഇവിടെ വരുന്ന ചരക്ക് കൂലി ഇനത്തിൽ $500 പെർ കണ്ടെയ്നർ ലാഭിക്കുന്നത്. $500 നിരക്കിൽ ലാഭം നേടിക്കൊടുക്കുന്ന ഒരു പോർട്ട് രാജ്യത്ത് ആദ്യമായി ഉണ്ടായിട്ട് അതിനു വേണ്ട പരിഗണന കേന്ദ്രം എന്തുകൊണ്ട് നൽകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി പ്രതിഷേധിക്കേണ്ട വിഷയമാണ്. എഫ്ല എന്ന് പറയുന്നത് +2 വിദ്യാർത്ഥിയാണ്, പുതിയ തലമുറയാണ്, ഭാവി തലമുറയാണ്. അവരുടെ പ്രതിഷേധമാണ് അവർ രേഖപ്പെടുത്തിയത്. ഇനി സംസ്ഥാനത്ത് നിന്ന് എന്താണ് ഡിമാൻഡ് ചെയ്തത്? നമ്മുടെ തുറമുഖത്തിന് വേണ്ടി പ്രത്യേക പദ്ധതി വല്ലതും ഇവിടെയുള്ള എംപിമാർ ആവശ്യപ്പെട്ടു. അത് ജനങ്ങളോട് പറയുക, ഞങ്ങളെ പ്രപ്പോസൽ കൊടുത്തിരുന്നു, ഇത്രയും പദ്ധതികൾ സമർപ്പിച്ചിട്ട് കേന്ദ്രം അനുവദിച്ചില്ല. ഇപ്പൊ 2 കൂട്ടരും നമ്മളെ കബളിപ്പിക്കുകയാണ്. ഒരു MP ആയി കഴിഞ്ഞാൽ പിന്നെ 5 വർഷം ലക്ഷറിയാണ്. ജനങ്ങളുടെ ചെലവിൽ തെക്ക് വടക്ക് നടക്കുക, കടുത്ത ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ നടത്തുക, വിദേശ യാത്രകൾ നടത്തുക. ശക്തമായ പ്രതിഷേധം തിരുവനന്തപുരത്തെ തലസ്ഥാനത്തെ MP-യോടുണ്ട്. അത് പ്രേക്ഷകർ പ്രകടിപ്പിക്കണം. കാരണം കൃത്യമായ ഒരു പ്രപ്പോസൽ, സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ പ്രപ്പോസൽ കൊടുത്തു അദ്ദേഹം കൊടുക്കേണ്ടതാണ്. തലസ്ഥാനത്ത് വരേണ്ട വികസനം, എയർപോർട്ട്, സീപോർട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള പദ്ധതി സമർപ്പിച്ചു. റിംഗ് റോഡിന് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ബജറ്റിൽ കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ പദവിയുടെ വെയിറ്റ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അദ്ദേഹത്തിന് പോലും തിരിച്ചറിയില്ല. ഏതെങ്കിലും ഒരു കാലത്ത് പാർലമെന്റിൽ 2 ഇംഗ്ലീഷ് പറയുന്നതല്ല ഒരു MP-യുടെ പ്രവർത്തനം. കൃത്യമായ കണക്കുകൾ നിരത്തി
3 ലക്ഷം കണ്ടെയ്നർ ഇവിടെ എത്തിയതിലൂടെ കേന്ദ്രത്തിന് നേടിക്കൊടുത്ത ഫോറിൻ എക്സ്ചേഞ്ച് ലാഭം എത്രയാണ്? ഓരോ എക്സ്പോർട്ടറിനും ഇമ്പോർട്ടറിനും തുറമുഖം നേടിക്കൊടുത്ത ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് കണക്കുകൾ നിരത്തി സംസാരിക്കണം, കണക്കുകൾ നിരത്തി എഴുതി കൊടുക്കണം. അങ്ങനെ എഴുതി കൊടുത്താൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് പദ്ധതി വിഹിതം കിട്ടുകയുള്ളൂ. 1.5 ലക്ഷം കോടി രൂപ വായ്പ എടുക്കാനുള്ള സംവിധാനമുണ്ട്. കേരളത്തിന് അതിൽ നിന്ന് വായ്പ എടുത്ത പദ്ധതികൾ നടപ്പാക്കാമല്ലോ. പലിശരഹിത വായ്പയല്ലേ, അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ മൊത്തത്തിൽ രണ്ട് കൂട്ടരും പ്രത്യേക പദ്ധതി സംസ്ഥാനം സമർപ്പിച്ചില്ല, കേന്ദ്രം അനുവദിച്ചില്ല. കേന്ദ്രം എന്താണ് പറയുന്നത്? സംസ്ഥാനം പൈസ ചോദിക്കുന്നത് ശമ്പളം കൊടുക്കാനാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവുമുണ്ട്. 3000 കോടി രൂപ ശമ്പളം കൊടുക്കാൻ വേണ്ടി കടമെടുക്കാൻ പോകുന്നു. അപ്പൊ കേരളം പൈസ ചോദിക്കുന്നത് ശമ്പളവും പെൻഷനും പലിശയ്ക്കും വേണ്ടിയാണെന്നുള്ളത് നമ്മുടെ ട്രംപിന് പോലും അറിയാം. അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ചുമ്മാ ആരും പണം തരത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പകരം പദ്ധതികൾ സമർപ്പിച്ച് നേടിയെടുത്ത് അതിന്റെ കണക്ക്, GSTയുടെ ആനുകൂല്യം എത്രയാണ്, കസ്റ്റംസ് നികുതി ഇനത്തിൽ എത്രയാണ് കേന്ദ്രത്തിന് ഇതുവരെ കിട്ടിയത്, ഇനി കിട്ടാൻ പോകുന്നത്, അതിന്റെ പ്രൊജക്ഷൻ, അടുത്ത 10 വർഷത്തെ പ്രൊജക്ഷൻ കാണിച്ചുകൊണ്ട് പൈസ പിടിച്ചു വാങ്ങാനുള്ള കഴിവ് ഇവിടുത്തെ എംപിക്ക് ഉണ്ടാവണം. ഇല്ലാതെ പോയതിന്റെ ദുരിതം തലസ്ഥാനവാസികൾ ഇനി അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ജനുവരി മാസത്തെ പോർട്ടിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം, അതിന്റെ ആവറേജ്, ഒരു മാസത്തെ ആവറേജ് പ്രവർത്തനം എന്ന് പറയുന്നത് പോർട്ട് യൂട്ടിലൈസേഷൻ 83.15%. അടിയട സിമ്പിൾ. 70% വന്നാൽ തന്നെ ഒരു പോർട്ടിന്റെ പൂർണ്ണമായ യൂട്ടിലൈസേഷൻ നടന്നു എന്നുള്ളതാണ് ആഗോളതലത്തിലുള്ള നിഗമനം. നമ്മുടെ പ്രവർത്തനം ഇത് നമ്മുടെ STS ക്രെയിനുകളും യാർഡും വന്ന കപ്പലുകൾ, പോയ കപ്പലുകൾ, ഇവയുടെ കണക്കുകൾ മാത്രം വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലാണ്. 83.15% വളർച്ച കഴിഞ്ഞ ജനുവരി മാസത്തിൽ നേടി. അതിന്റെ ഗ്രാഫ് നൌഫൽ വളരെ മനോഹരമായ ഗ്രാഫ് ഉണ്ടാക്കി തന്നു. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിന് യോജിക്കാത്ത ചില കണക്കുകളുണ്ട് അതിനകത്ത്. 5, 6, 7 തീയതികൾ, ജനുവരി 5, 6, 7 തീയതികളിൽ 109.43%, 142.66, 105.54%. 100-ന് മുകളിൽ ഗ്രോത്ത് വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിൽ അംഗീകരിക്കപ്പെടുമോ എന്ന് അറിയില്ല. ഞാൻ ഗ്രാഫ് ഉണ്ടാക്കാൻ സമയത്ത് നൗഫലിനോട് പ്രത്യേകം പറഞ്ഞു, സംഭവം ഇങ്ങനെയാണ്, നമുക്ക് 2 ബർത്തേ ഉള്ളൂ, പക്ഷെ ഒരേ സമയം 3 കപ്പലുകൾ ബർത്ത് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ആ 3 കപ്പലുകളുടെയും സമയം കണക്കാക്കുമ്പോൾ, നേരത്തെയും സെയിലിംഗ് കമന്ററി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 48 മണിക്കൂറേ കണക്കാക്കാൻ പറ്റുള്ളൂ. 2 ബർത്ത് എന്നുള്ള നിലയ്ക്ക് 48 മണിക്കൂറേ കണക്കാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമുക്ക് 3 കപ്പലുകൾ വരികയും അദാനി ഗ്രൂപ്പ് അവരുടെ സൈറ്റിൽ അത് 2 ബർത്തിൽ 3 കപ്പലുകൾ എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. CB2 കണ്ടെയ്നർ ബർത്ത് 2 പലപ്പോഴും 2 കപ്പലുകൾ കിടന്നത്. അപ്പോൾ ഈ 3 ദിവസവും 3 കപ്പലുകൾ വീതം ബർത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 109, 142, 105, 100-ന് മുകളിൽ പ്രവർത്തനം പോയത്. 2 ദിവസം 100% ഉണ്ടായിരുന്നു. 48 മണിക്കൂർ വീതവും ഉപയോഗിച്ചു. അങ്ങനെ ശരാശരി 83.15% നമ്മുടെ ഗ്രോത്ത്. അതുപോലെ നൗഫൽ മൊത്തത്തിൽ ഇതുവരെയുള്ള, നമുക്ക് ജൂലൈ ഓഗസ്റ്റ് വിടാം, കാര്യമായ പ്രവർത്തനം നടന്നിട്ടില്ല ജൂലൈ ഓഗസ്റ്റിലും. സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള കമ്പാരിറ്റീവ് ഗ്രാഫും കൂടി നൗഫൽ നൽകിയിട്ടുണ്ട്. സെപ്റ്റംബറിൽ 12 കപ്പലുകൾ, ഒക്ടോബറിൽ 23, നവംബറിൽ 29, ഡിസംബറിൽ 38, ജനുവരി 43. അങ്ങനെ ടോട്ടൽ 149 കപ്പലുകളാണ് ജൂലൈ 11 മുതൽ ജനുവരി 31 വരെ. ഇപ്പൊ 149 എന്നുള്ളത് ഇന്നലെ രാത്രി ഇത് 150 ആകുമോ എന്നുള്ള വലിയ ആകാംക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു. 2 സൈഡിൽ നിന്ന് കപ്പൽ വരുന്നുണ്ടായിരുന്നു. ഒരു സൈഡിൽ നിന്ന് എക്സ്പ്രസ് കാവേരിയും മറു സൈഡിൽ നിന്ന് തൂത്തുക്കുടിയിൽ നിന്ന് ജുവാനിത എഫും. ഏതെങ്കിലും ഒരെണ്ണം 12 മണിക്ക് മുമ്പ് ബർത്തിലോട്ട് കയറി 150 എന്നുള്ളൊരു മൈൽ സ്റ്റോൺ പിന്നിടാൻ സഹായിക്കണേ എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഞാനും രാജേഷും, എഡിറ്റർ രാജേഷും ആ വിവരം ഇന്നലെ തന്നെ നൽകാൻ പറ്റുമെങ്കിൽ കൊടുക്കണമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂറിന്റെ വ്യത്യാസത്തിലായിരുന്നു കപ്പലുകളുടെ വേഗത പരിഗണിക്കുമ്പോൾ. എന്തായാലും അതൊന്നും പ്രശ്നമല്ല, കാരണം അത് ഫെബ്രുവരിയുടെ അക്കൗണ്ടിൽ ഇപ്പൊ തന്നെ 2 കപ്പൽ 151, 152, 151 കഴിഞ്ഞു. 152ാമത്തെ പുറംകടലിൽ കിടപ്പുണ്ട്. എക്സ്പ്രസ് കാവേരി ഇതുവരെ കയറിയിട്ടില്ല.
അതൊന്നും പ്രശ്നമല്ല. നമുക്ക് അങ്ങനെയുള്ള മൈൽ സ്റ്റോണിലൊന്നും ഇനി വലിയ ഒരു ആവേശം നമ്മൾ കാണിക്കുന്നില്ല. എങ്കിൽ പോലും 149 കപ്പലുകൾ ജനുവരി 31 വരെ നമുക്ക് പിന്നിടാൻ പറ്റിയിട്ടുണ്ട്. അതിനേക്കാൾ 60 കപ്പലുകളാണ് ഇനി ഒരു മാസം MSC ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അത് വലിയൊരു നേട്ടമായി, വലിയൊരു ആവേശമായി നമുക്ക് ലഭിക്കും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളും കാത്തിരിപ്പുമായി നമുക്ക് തുടരാം.